അല്ല, അത് അവര് പ്രഡിക്ഷനാണ് അവരുടെ. പിന്നീട് അവർക്ക് അത് അറിഞ്ഞിട്ടേ അവരത് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോ ഇന്ന് തന്നെ മറ്റേ അലർട്ട് കൊടുത്ത് യെല്ലോ അലർട്ട് കൊടുത്തിട്ട് പിന്നെ ഓറഞ്ച് ആക്കി. അത് അവരുടെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റീവ് പ്രൊസീജിയറാണ്. അത് SOP അനുസരിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. നമുക്ക് കേരളത്തിൽ അത് മാത്രം പോരാ. കാരണം ഞങ്ങളല്ലേ ആദ്യം IPCC റിപ്പോർട്ട് നിയമസഭയിൽ കൊണ്ടുവന്ന് ഞാൻ പരിഹസിക്കപ്പെട്ടാണെന്ന്. ഇന്റർ ഗവൺമെന്റ് പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിന്റെ റിപ്പോർട്ടും അതുമേലെ നാസ അനാലിസിസും ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നിയമസഭയിൽ കൊണ്ടുവന്നു. എന്നെ ഒരുപാട് പേര് പരിഹസിച്ച് ഇതൊക്കെയാണ് നിയമസഭയിൽ കൊണ്ടുവരുന്നതെന്ന് ചോദിച്ച്. കാരണം കേരളം വൾണറബിൾ ആണ്. പണ്ട് ബേ ഓഫ് ബംഗാളിൽ ഉണ്ടായിരുന്ന പുലിക്കടലിലുണ്ട്. കന്യാകുമാരി തൊട്ട് ഗുജറാത്ത് വരെയുള്ള ഏരിയയിൽ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള ഏത് സമയവും എക്സ്ട്രീം ഹെവി. ഞാൻ അന്ന് പ്രസംഗിച്ചാണ്. അന്നത്തെ അസംബ്ലിയിൽ പ്രസംഗിച്ച ഏത് സമയവും വൾണറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈ സംവിധാനങ്ങളെ നമ്മൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അനുഭവത്തിൽ നമുക്ക് ഇനി എന്തെങ്കിലും ചെയ്യാൻ. അല്ല, ഈ അനുഭവത്തിൽ മാത്രമല്ല ഇതിനു മുമ്പുള്ള അനുഭവങ്ങളിൽ കൊണ്ട് ചെയ്യേണ്ടതാണ്. അതാണ് നമ്മൾ ബജറ്റിൽ നമ്മൾ പ്രഖ്യാപിച്ച് ഡിസാസ്റ്റർ മാനേജ്മെന്റ് റെസീലിയൻസ് പ്രോഗ്രാം ഇന്ത്യക്ക് മുഴുവൻ മോഡലാവുന്ന ഒരു പ്രോജക്ട് തുടങ്ങും. അതിന്റെ നടപടിക്രമങ്ങൾ നമ്മൾ ആരംഭിച്ചു. 3-4 മീറ്റിംഗുകൾ ഇപ്പൊ തന്നെ ഇതിന്റെ ഇടയിൽ കഴിഞ്ഞു. അല്ല, ഇപ്പൊ 6-7 കൂടി കനത്ത മഴ ഉണ്ടാവും എന്ന് പറയുന്നത്. പക്ഷെ അത് 5-ാം തീയതി ഇത് ഫൈനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. 5-ാം തീയതി. There is an SOP to take action. When an alert is declared, orange alert or red alert is declared, there is an SOP to take procedures. They will communicate to all the disaster management authority, district collectors, the local bodies. There is a system for a red alert and another thing to take action, initial actions. There is a procedure. That procedure ഇത് നിങ്ങൾ പലരും ചോദിക്കുന്ന ചോദ്യം ഞാൻ പറഞ്ഞേരെ. ഇത് വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ തെറ്റായി പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ തെറ്റിദ്ധരിച്ച് പറയാണ്. ഒരു തരത്തിലും ഒരു ഫോൾട്ടും ഒരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല. ഒരു ക്യാമ്പിൽ പോലും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അല്ലെ വെയിറ്റ്, ഞാൻ പറയുന്നത് ഒരു ക്യാമ്പിൽ പോലും ഒരു പ്രശ്നം ഉണ്ടായില്ല. ആറന്മുളയിൽ ഉണ്ടായത് ഒരു പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള ഒരാൾ ഒരു സ്ത്രീയെ പ്രേരിപ്പിച്ച് അവിടെ മീഡിയകളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. പിന്നീട് ആ സ്ത്രീ വന്ന് കറക്റ്റ് പറഞ്ഞു. ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കരുത്. ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കരുത്. ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോ അത് അറിയില്ല. അവര് പറഞ്ഞല്ലോ, അവര് വന്ന് രണ്ടാമത് പറഞ്ഞല്ലോ. നിങ്ങൾ ഒരാൾ സംസാരിക്കും. CMA ഈ സമയത്ത് പ്രതിപക്ഷം